അച്ഛാ! അകത്തെ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന ആമി അച്ഛന്റെ വാക്കുകൾ കേട്ടതും ഒരു ഞെട്ടലോടെ അയാളുടെ അടുത്തേക്ക് ഓടി. എന്താ അച്ഛ പറഞ്ഞ്? ചേച്ചി, എന്റെ ചേച്ചിന് വരില്ലെന്നോ? അവൾ അയാളുടെ ഒരു കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചതും നിയന്ത്രിക്കാൻ കഴിയാതെ ഇരു കൈകൾ കൊണ്ടും ഭാര്യയും മകളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അയാൾ പൊട്ടിക്കരഞ്ഞു. അവരുടെ കണ്ണുനീർ കണ്ട് മറ്റുള്ളവർക്ക് മിഴിനീർ പൊഴിക്കാൻ മാത്രമേ സാധിച്ചുള്ളൂ. റൂമിന്റെ ഒരു മൂലയിലായി കാൽമുട്ടുകളിൽ മുഖം അമർത്തിയിരിക്കുമായിരുന്നു ദച്ചു. 2 ദിവസം കൊണ്ട് അവൾ ആകെ മാറിപ്പോയിരുന്നു. ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ പേടിയോടെ മുഖമുയർത്തി നോക്കി. മാഡം, ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. അകത്തേക്ക് വന്ന് സ്നേഹ പറഞ്ഞു കേട്ടിട്ടും അവൾ ഒന്നും മിണ്ടാതെ അതുപോലെ തലകുനിച്ചിരുന്നതേ ഉള്ളൂ. മാഡം, മാഡം. വീണ്ടും വീണ്ടും അവൾ വിളിച്ചിട്ടും ദച്ച് മുഖമുയർത്തി നോക്കുകയോ എന്തെങ്കിലും പ്രതികരിക്കുകയോ ചെയ്തില്ല. എന്താ സ്നേഹ? പെട്ടെന്ന് അമ്മന്റെ സൗണ്ട് കേട്ടതും ദച്ച് ഞെട്ടലോടെ മുഖമുയർത്തി നോക്കി. അമ്മനെ കണ്ടതും അവൾ ഭയത്തോടെ എഴുന്നേറ്റ് ചുമരിനോട് ചേർന്ന് നിന്നു. എന്താ സ്നേഹ, ഇതുവരെ ഭക്ഷണം കൊടുത്തില്ലേ? അത് സാർ. അമ്മൻ ചോദിച്ചതിന് മറുപടി പകൽ നിർത്തി അവൾ ദച്ചുവിനെ നോക്കി. താൻ പോയിക്കോ, ഞാൻ കൊടുത്തോളാം. അമ്മൻ അത് പറഞ്ഞു. ദച്ചു ഭയത്തോടെ അവരെ നോക്കി. തങ്ങളെ ഭയത്തോടെ നോക്കുന്ന ദച്ചുവിനെ ദയനീയമായി നോക്കിക്കൊണ്ട് സ്നേഹ അവിടുന്ന് പോയി. ദച്ചുവിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അവൻ പ്ലേറ്റിലേക്ക് ഫുഡ് സെർവ് ചെയ്തു. സെർവ് ചെയ്യുന്നതിനൊപ്പം അവൻ ദച്ചുവിനെ നോക്കുന്നുണ്ടായിരുന്നു. സെർവ് ചെയ്ത ഫുഡ് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു. വന്ന ആഹാരം കഴിക്കുക. അവളുടെ അടുത്തേക്ക് ചെന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ കുറച്ചുകൂടി ചുമരിലേക്ക് നീങ്ങുന്നുണ്ട് കണ്ണുകൾ മുറുകെ അടച്ചുകൊണ്ട് വേണ്ട എന്ന രീതിയിൽ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചു. ഇന്നലെ നീ ഒന്നും കഴിച്ചില്ല, മര്യാദക്ക് അതെടുത്ത് കഴിക്കുക. വേണ്ട. അവൻ വീണ്ടും അവളുടെ അടുത്തേക്ക് ചേർന്ന് നിന്നോട് പറഞ്ഞതും അവൾ അപ്പോഴും കഴിക്കാൻ കൂട്ടാക്കിയില്ല. ഒരു നിമിഷം അവൻ മുഷ്ടി വെട്ടിക്കൊണ്ട് ദേഷ്യം നിയന്ത്രിച്ചു. എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത് ശിവ, പറയുന്ന കേൾക്ക്. മര്യാദക്ക് അതെടുത്ത് കഴിക്കാനാ പറഞ്ഞ്. അവൻ ഒന്നുകൂടി പറഞ്ഞിട്ടും അവൾ ഒന്നും മിണ്ടാതെ അതേ നിൽപ്പ് നിൽക്കുന്നുണ്ടതും വർദ്ധിച്ചു വന്ന ദേഷ്യത്തോടെ അവൻ അവളുടെ സൈഡിലായി വെച്ചിരുന്ന വാൾമീറിൽ മുഷ്ടി വിട്ടി ആഞ്ഞിടിച്ചു. ചില്ലുകൾ തകർന്നു വീഴുന്ന സൗണ്ട് കേട്ടതും അവൾ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് താഴേക്ക് ഇരുന്നു. ടേബിളിൽ ഇരുന്ന പ്ലേറ്റ് എടുത്ത് അവളുടെ അടുത്തേക്ക് വെച്ചുകൊണ്ട് അവൻ സൈഡിലായിരുന്ന കസേര വലിച്ച് അവളുടെ മുമ്പിലായിട്ടുകൊണ്ട് അതിലേക്ക് ഇരുന്നു. അവന്റെ കയ്യിൽ നിന്നും ബ്ലഡ് ഇറ്റ് വീഴുന്നുണ്ടായിരുന്നു. ലാസ്റ്റ് ആൻഡ് ഫൈനൽ, നീ അതെടുത്ത് കഴിക്കുന്നുണ്ടല്ലോ. വലിഞ്ഞു മുറുകി അവന്റെ മുഖവും ചോര ഒലിച്ചിറങ്ങുന്ന അവന്റെ കൈയും കണ്ടതും അവൾ പേടിയോടെ തലയാട്ടി ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടെങ്കിലും അവൻ ഇനിയും ദേഷ്യപ്പെടുമെന്ന് ഭയന്ന് അവൾ തേങ്ങലോടെ വേഗം വേഗം കഴിച്ചുകൊണ്ടിരുന്നു. അവൾ കഴിച്ചു കഴിയുന്നവരെ അവൻ അവളെ തന്നെ നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. പോയി വാഷ് ചെയ്യ്. തന്നെ ദയനീയമായി നോക്കുന്നവളോട് അവൻ സൗമ്യമായി പറഞ്ഞു. അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് വാഷ്റൂമിലേക്ക് കയറി ഡോറടച്ചു. ഡോറിൽ ചാരിയുന്നുണ്ട് അവൾ വായ് പൊത്തിപ്പിടിച്ചുകൊണ്ട് കരഞ്ഞു. പതിയെ അവൾ ചുമരിലൂടെ ഊർന്ന് താഴേക്കിരുന്നു. ആ സമയം അവളുടെ മനസ്സിൽ അവൾ അവിടെ കൊണ്ടുവന്ന ദിവസം ഓർമ്മയിൽ വന്നു. വാഷ്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങിയ ദച്ചുവിനെ കാത്ത് സ്നേഹ അവിടെ ഉണ്ടായിരുന്നു. അവൾ കൊടുത്ത ഡ്രസ്സ് ധരിച്ചപ്പോഴേക്കും അവൾക്കുള്ള ഫുഡ് കൊണ്ടുവന്നിരുന്നു. ഫുഡ് കഴിച്ചു കഴിഞ്ഞ് സ്നേഹ പുറത്തേക്ക് നടന്നു. ദച്ചു പെന്നിൽ നിന്ന് വിളിച്ചു. സ്നേഹ. എന്താ മാഡം? അത് ഇതേതാ സ്ഥലം എന്തെങ്കിലും പറയൂ. അത് മാഡം പ്ലീസ്. അത് ഞാൻ പറഞ്ഞൊന്ന് സാർ അറിയില്ലേ? ഇല്ല, ഇത് മുംബൈയാണ്. സ്നേഹയുടെ വാക്കുകൾ ഒരു ഞെട്ടലോടെയാണ് അവൾ കേട്ടത്. ബാംഗ്ലൂരിനും കേരളത്തിനിടയിലെ ബോർഡറിൽ വെച്ചാണ് തനിക്ക് ആക്സിഡന്റ് സംഭവിച്ചത്. അവിടെ നിന്നും താൻ ഇത്രയും ദൂരം. അയാളാണ് തന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന്. പക്ഷെ എന്തിന്? അയാൾ പറഞ്ഞ പോലെ തന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ? പക്ഷെ വെള്ളത്തിൽ വീണ താനെങ്ങനെ അയാളുടെ കയ്യിലെത്തിപ്പെട്ടു? അവൾ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിന്നു. മാഡം. സ്നേഹയുടെ വിളി കേട്ടാണ് അവൾ ചിന്തയിൽ നിന്ന് ഉണർന്നത്. മാഡം, സാറ് വിളിക്കുന്നു, വരും. ദച്ചു തിരിഞ്ഞു നോക്കിയതും അവൾ അത്രയും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. കുറച്ച് സമയം എന്തോ ആലോചിച്ച് നിന്നിട്ട് അവളും സ്നേഹയോടൊപ്പം നടന്നു. അവർ നടന്ന് ഒരു ഓപ്പൺ ബാൽക്കണിയിലേക്കാണ് ചെന്നത്. അവിടെ അവൻ തിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. സർ. സ്നേഹ വിളിച്ചതും അവൻ തിരിഞ്ഞു നോക്കി. സ്നേഹയുടെ പിന്നിൽ നിൽക്കുന്ന ദച്ചുവിനെ കണ്ട് അവൻ്റെ കണ്ണുകൾ വിടർന്നു. അവനൊരു പുഞ്ചിരിയോടെ അവളെ തന്നെ നോക്കി നിന്നു. അവൻ്റെ തീക്ഷ്ണമായ നോട്ടം അവൾക്ക് അരോചകമായി തോന്നി. അവൾ മുഖം കുനിച്ച് നിന്നു. സ്നേഹ പോയിക്കോളൂ. ശരി സർ. അവൻ സ്നേഹയോട് പറഞ്ഞു. അവൾ തലയാട്ടിക്കൊണ്ട് അവിടെ നിന്ന് പോയി. അവൾ പോയി കഴിഞ്ഞതും അവൻ ദച്ചുവിനെ നോക്കി. ഒരു ലോങ് സ്കേർട്ടും ടോപ്പുമാണ് ധരിച്ചിരിക്കുന്നത്. ഉണങ്ങാത്ത മുടി വിടർത്തിയിട്ടിട്ടുണ്ടായിരുന്നു. മുഖത്തൊരു പൗഡർ പോലും ഇട്ടിട്ടില്ലെങ്കിലും അവൾ അതീവ സുന്ദരിയായിരുന്നു. സർ.
അവളുടെ വിളിയാണ് അവനെ സ്വഭാവത്തിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിച്ചത്. അവനൊരു പുഞ്ചിരിയോടെ അവളുടെ അടുത്തേക്ക് നടന്നു ചെന്നു. അവളും തൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നവരെ തന്നെ നോക്കുകയായിരുന്നു. ഒരു വൈറ്റ് ടീഷർട്ടും ബ്ലാക്ക് ട്രാക്ക് പാൻറ്റുമായിരുന്ന വേഷം. കയ്യിലിട്ടിരുന്ന സിംഹമുദ്രയോടുകൂടി ഇടിവള മുകളിലേക്ക് കയറ്റി വെച്ചിരുന്നു. നെറ്റിയിൽ വീണ് കിടക്കുന്ന മുടിയിഴകൾ ഇടം കൈകൊണ്ട് പിന്നിലേക്ക് ഒതുക്കി വെച്ചുകൊണ്ട് അവളെ നോക്കിയതും ആ നീലക്കണ്ണുകൾ തിളങ്ങുന്ന പോലെ അവൾക്ക് തോന്നി. യെസ് മൈ ഡിയർ വൈഫി, വാട്ട് ഡു യു നീഡ് ടു നോ? അവളുടെ അടുത്തെത്തിയതും മുഖം അവളുടെ നേർക്കുനിച്ചുകൊണ്ട് അവൻ പറഞ്ഞു കേട്ട് അവൾ കണ്ണുമിഴിച്ചവനെ നോക്കി നിന്നു. അല്പസമയത്തേക്ക് അവനോട് എന്താണ് ചോദിക്കേണ്ടതെന്ന് പോലും അവൾ മറന്നിരുന്നു. അവളുടെ ചെവികളിൽ അവൻ്റെ നാവിൽ നിന്ന് കേട്ട വൈഫി എന്ന വാക്ക് മാത്രം അലയടിച്ചുകൊണ്ടിരുന്നു. ശിവ, അവൻ്റെ ശബ്ദം കേട്ടതും അവൾ വീണ്ടും അവനെ നോക്കി. പറയ്, എന്താണ് അറിയേണ്ടത്? അത് ഞാനെങ്ങനെ ഇവിടെ? അവൻ ചോദിച്ചതും അവൾ മറുപടി പറഞ്ഞു. അത് കേട്ട് അവനൊരു നെടുവീർപ്പോടെ പറഞ്ഞു, നിന്നെ ഞാനാ ഇവിടെ കൊണ്ടുവന്ന്. പക്ഷെ എൻ്റെ വീട് ഇവിടെയല്ല. അറിയാം, അവൻ പറഞ്ഞു കേട്ട് അവൾ അവനെ സംശയത്തോടെ നോക്കി. ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞ് നീ കേട്ടതല്ലേ ശിവ, ഐ ആം മാഡ്ലി ലവ് വിത്ത് യു. അപ്പോൾ പിന്നെ നിന്നെക്കുറിച്ചുള്ള വിവരങ്ങൾ ഞാൻ അറിയാണ്ടിരിക്കൂ? അത് എൻ്റെ കല്യാണമാണ് 22-ന്. അതിനി നടക്കില്ല. അത് കേട്ടതും അവളവനെ നെറ്റി വിളിച്ച് നോക്കി. നീ ഇവിടെ നിൽക്കുമല്ലേ, പിന്നെ എങ്ങനെ 22-ലെ കല്യാണം നടക്കും? അത് എനിക്ക് വീട്ടിൽ പോകണം. എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. അച്ഛനും അമ്മയൊക്കെ ഇപ്പം തന്നെ ഒത്തിരി പേടിച്ചിട്ടുണ്ടാവും. സാർ എന്നെ സഹായിക്കൂ. അവൻ്റെ സംസാരത്തിൽ എന്തോ ഭയം തോന്നിയതുകൊണ്ട് അവൾ യാചനയോടെ അവനോട് പറഞ്ഞു. അവൾ പറഞ്ഞു കേട്ടതും അവൻ ഉറക്കെ ചിരിക്കാൻ തുടങ്ങി. അവൻ്റെ ചിരി കണ്ടതും അവൾക്ക് പിന്നെയും ഭയം ഉച്ചസ്ഥായിലായി. അത് കണ്ടുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു വന്നു. ശേഷം അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നിന്നെ വീട്ടിലേക്ക് എത്തിക്കാനാണെങ്കിൽ ഞാൻ ഇത്രയും റിസ്ക് എടുത്ത് നിന്നെ ഇവിടെ എത്തിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിരുന്നു ശിവ. അവൻ്റെ മറുപടി കേട്ടതും അവൾ ഒന്നും മനസ്സിലാവാതെ അവൻ്റെ മുഖത്തേക്ക് നോക്കി നിന്നു. ഒന്നും മനസ്സിലായില്ല അല്ലേ? സംശയത്തോടെ നോക്കി നിൽക്കുന്ന ദച്ചുവിനോട് അവൻ ചോദിച്ചതും അവൾ ഇല്ലായും തലയാട്ടി കാണിച്ചു. ഓക്കെ, ഐ വിൽ എക്സ്പ്ലെയിൻ. നിന്നെ ഇവിടെ എത്തിക്കാൻ വേണ്ടി ഞാനുണ്ടാക്കിയ ട്രാപ്പായിരുന്നു ആ ആക്സിഡന്റ്. വാട്ട്? അവൻ പറഞ്ഞു കഴിഞ്ഞതും അവൾ അലർച്ചയോടെ ചോദിച്ചു. ഏയ് കൂൾ, ഇപ്പോഴേ ഇങ്ങനെ ടെമ്പർ തെറ്റിയാലും ഞാൻ ബാക്കി കൂടി പറയട്ടെ. അതും പറഞ്ഞ് അവൻ ദച്ചുവിനിവിടെ എത്തിച്ചവരെയുള്ള എല്ലാ കാര്യങ്ങളും അവളോട് പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞതും അവളൊരു തളർച്ചയോടെ ചുമരിലേക്ക് ചാരിന്ന് കണ്ണുകൾ ഇറുകി അടച്ചു. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകിയിറങ്ങി. എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ നിസ്സഹായതോടെ അവിടെ നിന്നു. അവളുടെ മനസ്സിലേക്ക് അച്ഛൻ്റെയും അമ്മയുടെയും ആമിയുടെയും ഒക്കെ മുഖം മാറി മാറി വന്നു. കവിളിൽ എന്തോ തഴുകുന്ന പോലെ തോന്നിയപ്പോഴാണ് ദച്ചു കണ്ണുകൾ തുറന്നത്. അവൻ അവളുടെ കവിളിലൂടെ ഒഴുകിയിറങ്ങിയ കണ്ണുനീർ തുടച്ചു കൊടുക്കുന്നതാണ് കണ്ടത്. ഇങ്ങനെ കരയരുത് ശിവ, നിന്റെ കണ്ണുനീർ എന്നെ കൊല്ലുന്നതിന് തുല്യമാണ്. എനിക്ക് വീട്ടിൽ പോകണം, അച്ഛനെയും അമ്മയും കാണണം പ്ലീസ്. അവൾ അവൻ്റെ മുമ്പിൽ തൊഴുകയോടെന്നോട് പറഞ്ഞു. ഇനി നീ ഒരിക്കലും അവരെ കാണില്ല ശിവ. നിന്നെ അന്വേഷിച്ച് അവരാരും വരില്ല. കാരണം അവരുടെ കണ്ണിൽ നീ ഇപ്പോൾ ജീവനോടെ ഇല്ല. അത്രയും കേട്ടതും അവളൊരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്കിരുന്നു. എനിക്ക് വീട്ടിൽ പോകണം, എല്ലാവരെയും കാണണം. അവൾ അതും പദം പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നു. ശിവ എഴുന്നേൽക്കുക. അല്പസമയം കഴിഞ്ഞതും അവൻ അവളുടെ അടുത്തേക്ക് ഇരുന്നുകൊണ്ട് പറഞ്ഞു. അതിന് മറുപടിയൊന്നും പറയാതെ അവൾ അതേ ഇരിപ്പ് തുടർന്നു അവനവളുടെ കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. വിട്, തൊട്ടുപോരെ തന്നെ. അവൻ പിടിച്ച കൈ കുടഞ്ഞെറിഞ്ഞുകൊണ്ട് അവൾ അവൻ്റെ നേരെ അലറി. താൻ ആരാ എന്നെ തൊടാൻ? ഒരു പെണ്ണിന്റെ സമ്മതമില്ലാതെ അവളെ തട്ടിക്കൊണ്ടുവന്ന് സ്നേഹം പ്രകടിപ്പിക്കാൻ നാണാവുന്നില്ല തനിക്ക്? മറ്റൊരാളായിട്ട് എന്റെ കല്യാണം ഒപ്പിച്ചു വെച്ചിരിക്കുക. താൻ പറഞ്ഞില്ലേ തനിക്ക് എന്നോട് പ്രാന്തമായ പ്രണയാണെന്ന്? എന്നാ കേട്ടോ, തന്നെ എനിക്ക് ഇഷ്ടമല്ല, ഇനി ഒരിക്കലും ഇഷ്ടപ്പെടാനും പോകുന്നില്ല. ഐ ഹേറ്റ് യു, ഐ ഹേറ്റ് യു. അവൾ അവന്റെ മുഖത്ത് നോക്കി വിളിച്ചു പറഞ്ഞതും അവന്റെ കണ്ണുകൾ കുറുകി. അവന്റെ മുഖം വലിഞ്ഞു മുറുകി. അവന്റെ നീല കണ്ണുകൾക്ക് ചുറ്റും ചുവപ്പ് രാശി പടരാൻ തുടങ്ങിയത് അവളൊരു ഭയത്തോടെ നോക്കി നിന്നു. ദച്ചുവിന് ചിന്തിക്കാൻ കഴിയും മുന്നേ അവൻ അവളുടെ ഇടുപ്പിലൂടെ ചുറ്റിപ്പിടിച്ച് അവളുടെ ചുണ്ടുകളിലേക്ക് അവന്റെ ചുണ്ട് ചേർത്തു. പെട്ടെന്നുള്ള അവന്റെ പ്രവൃത്തിയിൽ അവൾ ഭയന്നു പോയെങ്കിലും അവൾ അവളെ കൊണ്ടാവുന്ന പോലെ തള്ളിമാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവന്റെ കൈക്കരുത്തിന് മുമ്പിൽ അവളുടെ ചെറുത്തുനിൽപ്പെല്ലാം നിഷ്ക്രിയമായി പോയി. അവളുടെ ചുണ്ടുകൾ പൊട്ടി ചോര വന്നിട്ടും അവൻ അവളെ വിട്ടില്ല. വന്യമായ ആവേശത്തോടെ അവൻ അവളുടെ ചുണ്ടുകൾ നുകർന്നുകൊണ്ടിരുന്നു. ഒടുവിൽ ദച്ചു ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടെന്ന് കണ്ടാണ് അവൻ അവളിൽ നിന്ന് അകന്നു മാറിയത്. ഇനി ഇതുപോലെ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് ഇത് ഓർത്തു വെക്കണം. അവളുടെ ചുണ്ടിൽ പറ്റിയിരുന്ന ചോര തുടച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഇനി ഒന്നുകൂടി ചെവി തുറന്നു വെച്ച് കേട്ടോ,
ശിവദക്ഷിണാമാധവ് എന്ന നിന്റെ മനസ്സിനും ശരീരത്തിനും ഒരൊറ്റ അവകാശമേ ഉള്ളൂ. അമൻ ദേവ് വർമ്മ എന്ന ഞാൻ. അല്പസമയത്തിന് ശേഷം അവളിൽ നടന്നു മാറിക്കൊണ്ട് അവൻ പറഞ്ഞതും പ്രതികരിക്കാൻ പോലും ആവാതെ അവൾ തരിച്ചു നിന്നുപോയി. അവളെ ഒന്നുകൂടി നോക്കിക്കൊണ്ട് ഒന്നും പറയാതെ അവൻ അകത്തേക്ക് കയറിപ്പോയതും ഒരു പൊട്ടിക്കരച്ചിലോടെ അവൾ നിലത്തേക്കിരുന്നു. ശിവ, ശിവ! പുറത്തുനിന്ന് അമന്റെ ശബ്ദം കേട്ടതും അവൾ പെട്ടെന്ന് എഴുന്നേറ്റ് കൈയും മുഖവും കഴുകി പുറത്തേക്ക് ഇറങ്ങി. ദച്ചു പുറത്തേക്ക് ഇറങ്ങിയതും അവൻ അവളെ രൂക്ഷമായി നോക്കിക്കൊണ്ട് അവളുടെ അടുത്തേക്ക് നടന്നു. അവൻ വരുന്നതിനനുസരിച്ച് അവൾ പിന്നിലേക്ക് നടന്നു. ഒടുവിൽ ചുമരിൽ തട്ടി നിന്നും അവൾ അവനെ നോക്കാതെ പേടിയോടെ തലകുനിച്ച് നിന്നു. ഒരു കൈ കൊണ്ട് ചുമരിൽ ചാരി മറു കൈ കൊണ്ട് ദച്ചുവിൻ്റെ താടിയിൽ പിടിച്ചുയർത്തി. കണ്ണുകൾ മുറുകെ അടച്ചിരിക്കുകയാണെങ്കിലും അവളുടെ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ കാണും തോറും അവൻ്റെ ഹൃദയം ക്രമാതീതമായി ഇടിക്കാൻ തുടങ്ങി. അവൻ പതിയെ അവളുടെ മിഴിനീർ തൻ്റെ ചുണ്ടുകളാൽ ഒപ്പിയെടുത്തു. ദയനീയമായി തന്നെ നോക്കുന്നവളുടെ നെറുകയിൽ ഒന്നുകൂടി ചുണ്ടുകൾ ചേർത്തുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. തൻ്റെ ജീവിതം ഇനി എന്നും ഈ 4 ചുമരുകൾക്കുള്ളിലാണെന്ന സത്യം മനസ്സിലാക്കിക്കൊണ്ട് അവൾ ആ ചുമരിലൂടെ ഊർന്ന് താഴേക്കിരുന്നു. അവൻ താഴേക്ക് ചെല്ലുമ്പോൾ ഹരി സോഫയിൽ നിന്ന് ചായ കുടിക്കുകയായിരുന്നു. നീ എപ്പോൾ വന്നു? അവൻ അവൻ്റെ അടുത്തായിരുന്നോട് ചോദിച്ചു. ഇപ്പോൾ വന്നതേ ഉള്ളൂ. നിന്റെ ദേഷ്യം ഇതുവരെ തീർന്നില്ലേ? എനിക്ക് ദേഷ്യമൊന്നുമില്ല. ഓ, അതുകൊണ്ടാണല്ലോ മുഖം ഇങ്ങനെ വീർത്തിരിക്കുന്നത്. ദേ അമൻ, നീ വെറുതെ തന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. നീ എന്തൊക്കെയായി ചെയ്തു കൂട്ടുന്ന വല്ല ചിന്തയും ഉണ്ടോ? അതിനവനൊന്ന് ചിരിച്ചതേ ഉള്ളൂ. നീ ഇരുന്ന് ചിരിക്കും. ഇങ്ങനെ പോയാ അവൾ നിന്നെ കുറെ പ്രേമിക്കും. എടാ, പ്രേമിക്കുന്ന പെണ്ണിനെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയാണോ ഇഷ്ടം പറയുന്നത്? ഇത് കാണുമ്പോൾ അവൾ നിന്നെ വെറുക്കല്ലേ ഉള്ളൂ. അവളുടെ വെറുപ്പിനോട് എനിക്ക് പ്രണയമാണടാ. അവളുടെ ഓരോ ഭാവങ്ങളും എനിക്ക് അത്രമേൽ പ്രിയപ്പെട്ടതാണ്. അവളെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നു. എന്നാൽ പിന്നെ അവളെ വെറുപ്പിച്ചുകൊണ്ട് കിടക്ക്. ഇവനോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല. പ്രേമമൂത്ത് പ്രാന്തായതാ. അതും പറഞ്ഞുകൊണ്ട് ഹരി മുകളിലേക്ക് കയറിപ്പോയതും അവൻ പോയ വഴിയെ നോക്കി ചിരിച്ചു. മുകളിലേക്ക് ചെന്ന ഹരി നേരെ അമൻ്റെ മുറിയിലേക്കാണ് ചെന്നത്. അമൻ്റെ മുറിയുടെ വാതിക്കൽ നിന്നും അകത്തേക്ക് കയറണോ വേണ്ടോ എന്ന് ഒരു നിമിഷം ചിന്തിച്ചതിന് ശേഷമാണ് ഹരി അകത്തേക്ക് കയറിയത്. അവൻ അകത്തേക്ക് കയറിയതും ഗ്ലാസ് ഡോറിൽ കൂടി പുറത്തേക്ക് നോക്കി നിൽക്കുന്ന ദച്ചുവിനെയാണ് കണ്ടത്. എന്തോ സൗണ്ട് കേട്ട് തിരിഞ്ഞു നോക്കിയ ദച്ചു തന്നെ ഒരു ചെറുപ്പക്കാരൻ നോക്കി നിൽക്കുന്നതാണ് കണ്ടത്. ഈ 2 ദിവസത്തിനിടയിൽ ആ മുറിയിലേക്ക് അമനും സ്നേഹമല്ലാതെ മറ്റാരും വന്നിരുന്നില്ല. ആദ്യമായി ആ മുറിയിൽ ഒരപരിചിതനെ കണ്ടതും അവൾ ഭയത്തോടെ പിന്നിലേക്ക് മാറി. പേടിക്കണ്ട, ഞാൻ ശത്രുവെന്നല്ല, അമൻ്റെ ഫ്രണ്ടാ. തന്നെ നോക്കുന്ന അവളുടെ കണ്ണുകളിൽ ഭയം കണ്ടതും അവൻ ചെറിയ പുഞ്ചിരിയോടുകൂടി അവളോട് പറഞ്ഞു. എൻ്റെ പേര് ശ്രീഹരി. അമൻ്റെ ഓഫീസിൽ തന്നെ ഞാൻ വർക്ക് ചെയ്യുന്നു. കൂടാതെ അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടുമാണ്. അവനെ തന്നെ പരിചയപ്പെടുത്തിയിട്ടും അവളുടെ മുഖത്തെ പേടി മാറിയിരുന്നില്ല. അതവന് മനസ്സിലാവുകയും ചെയ്തു. മോൾ എന്നെ ഇങ്ങനെ പേടിക്കൊന്നും വേണ്ട. ഞാൻ അവൻ്റെ ഫ്രണ്ടാണെങ്കിലും അവൻ്റെ സ്വഭാവത്തിന് നേരെ ഓപ്പോസിറ്റ് എൻ്റേത്. ഒരു തമാശ രൂപേണ അവൻ പറഞ്ഞിട്ടും അവളൊന്നും മിണ്ടാതെ അത് നിൽപ്പ് തന്നെ തുടർന്നു. മോൾ റെസ്റ്റ് എടുക്ക്, ഞാൻ താഴേക്കല്ലട്ടെ. തൻ്റെ സാമീപ്യം പോലും അവൾ വല്ലാതെ ഭയപ്പെടുത്തുമെന്ന് മനസ്സിലായതും അവൻ അവളോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ പോയതും അവളൊരു നെടുവീർപ്പോടെ തിരികെ പുറത്തേക്ക് നോക്കി നിന്നു. ആരോ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടാണ് ദേവുവിൻ്റെ അമ്മ പുറത്തേക്ക് വന്നത്. ആരാ? ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്നാണ്. ദേവുവിൻ്റെ കൂടെ പഠിക്കുന്നവരാ. ഞാൻ ആരോ, ഇത് മാൻവി, ഇത് ഞങ്ങളുടെ ഏട്ടന്മാർ. ഡോർ തുറന്ന് പുറത്തേക്ക് വന്നുകൊണ്ട് അവിടെ നിൽക്കുന്നവരോട് ആ അമ്മ ചോദിച്ച് അവർ പറഞ്ഞു. അയ്യോ, എനിക്ക് മനസ്സിലായില്ല മക്കളെ, അകത്തേക്ക് വാ. അവരകത്തേക്ക് വിളിച്ചുകൊണ്ട് ആ അമ്മ പറഞ്ഞു. മോളാണോ മാളു? അതെ ആൻറ്റി. അവർ മാളുവിനോട് ചോദിച്ചു. അവൾ പറഞ്ഞു. ദേവ് എവിടെ ആൻറ്റി? അകത്ത് കിടക്കുക മോളെ. അവിടുന്ന് വന്നു മുതൽ ഈ ഒരു കിടപ്പ് തന്നെയാണ്. അത്രയ്ക്ക് അടുത്ത കൂട്ടുകാരിയായിരുന്നില്ലേ? ഞാൻ വിളിക്കാം. വേണ്ട ആൻറ്റി, ഞങ്ങൾ പോയി കണ്ടോളാം. അതും പറഞ്ഞുകൊണ്ട് അവൾ അകത്തെ മുറിയിലേക്ക് ചെന്നു. ആരും ആദ്യവും മനുവും സോഫയിലേക്ക് ഇരുന്നു. മാളു ചെന്നു ദേവു മേശയിൽ തലവെച്ച് കിടക്കുകയായിരുന്നു. ആരോ തോളിൽ പിടിച്ച് കണ്ടാണ് ദേവു ഞെട്ടി എഴുന്നേറ്റത്. മാളു, അവളൊരു ഇടർച്ചയോടെ വിളിച്ചതും മാളു അവളെ ചേർത്ത് പിടിച്ചു. നിങ്ങളവിടെ പോയിരുന്നു? കുറച്ച് സമയത്തിന് ശേഷം അവളിൽ നടന്നു മാറിയതിനു ശേഷം ദേവു അവളോട് ചോദിച്ചു. ഇല്ല, ഇവിടെ വന്ന് നിന്നെ കൂടെ കൂട്ടാമെന്ന് കരുതി. അവളത് പറഞ്ഞു കഴിഞ്ഞതും മനു ആദ്യം ആരും കൂടി അകത്തേക്ക് കയറി വന്നു. അകത്തേക്ക് കയറി ആദിയുടെ കണ്ണുകൾ ദേവുവിൻ്റെ മുഖത്ത് പതിഞ്ഞു. ആ നിമിഷം തന്നെയാണ് അവൾ അങ്ങോട്ട് നോക്കിയത്. ആദ്യം കണ്ടതും അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ അവനെ നോക്കിയൊരു നിറമില്ലാത്ത പുഞ്ചിരി നൽകി. അവൻ അവളുടെ അടുത്തേക്ക് വന്നു അവളെ ചേർത്ത് പിടിച്ചതും അവളൊരു തേങ്ങലോടെ അവൻ്റെ നെഞ്ചിലേക്ക് ചേർന്നു. ബാക്കിയുള്ളവർ അവർക്കൊരു ശല്യമാവാതിരിക്കാനായി പുറത്തേക്ക് ഇറങ്ങി. ദേവു. അവർ പുറത്തേക്ക് ഇറങ്ങിയതും ആദ്യം അവൾ വിളിച്ചു. അതിനവളൊന്ന് മൂളിയതേ ഉള്ളൂ. എന്താ മോളെ ഇത്? നീ ഇങ്ങനെ വിഷമിച്ചിരുന്നാ പോയവർ തിരികെ വരൂ? അവൻ അവളുടെ മുടിയിൽ തഴുകിക്കൊണ്ട് ചോദിച്ചു. പറ്റുന്നില്ല ആദ്യേട്ട, 5 വർഷം ഒരേ മനസ്സോടെ കഴിഞ്ഞതാ. എൻ്റെ കൺമുമ്പിൽ വെച്ച
അവൻ്റെ നെഞ്ചിൽ മുഖമാർത്തിക്കൊണ്ട് തന്നെ അവൾ അതിന് മറുപടി പറഞ്ഞു. അതിന് മറുപടി പറയാതെ അവൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ച്. അപ്പോഴേക്കും പുറത്തുനിന്നവർ അകത്തേക്ക് കയറി വന്നു. ആൻറ്റി വരുന്നുണ്ട്. അകത്തേക്ക് കയറി വന്നുകൊണ്ട് ആരോ പറഞ്ഞതും അവർ പെട്ടെന്ന് അകന്നു മാറി. എന്തെങ്കിലും കുടിച്ചിട്ട് സംസാരിക്കാൻ മക്കളെ, ദേവുവിൻ്റെ അമ്മ പറഞ്ഞതും അവർ ചെന്ന് ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി. ആൻറ്റി, ഞങ്ങൾ ദക്ഷിണയുടെ വീട്ടിൽ പോറങ്ങിയതാ, ദേവപ്രിയ കൂടി കൊണ്ടുപോട്ടെ? ആദ്യം ദേവിൻ്റെ അമ്മയോട് ചോദിച്ചു. അതിനെന്താ, അങ്ങോട്ട് പോകണമെന്ന് ഞങ്ങളും കരുതിയിരുന്ന. മോളുടെ അച്ഛൻ വന്നിട്ട് പോവാന്ന് വിചാരിച്ച്. നിങ്ങൾ പോകുമ്പോൾ മോളെ കൂടി കൂട്ടിക്കോ. ദേവുമോളെ, പോയി റെഡിയായിട്ട് വാ. ആ അമ്മ പറഞ്ഞതും അവൾ തലയാട്ടിക്കൊണ്ട് വാഷ്റൂമിലേക്ക് നടന്നു. അത് കണ്ട് ഒരു നെടുവീർപ്പോടെ ബാക്കിയുള്ളവർ പുറത്തേക്ക് നടന്നു. തുടരും.